ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ കണക്കൻകടവിലെ ഷട്ടർ വീണ്ടും തകർന്നു. ഏതാനും ദിവസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് തകർന്നത്. അതിനിടെ നിർത്തിവെച്ചിരുന്ന ഡ്രഡ്ജിംഗ് പുഴയിൽ പുനരാരംഭിച്ചു. പെരിയാറിൽ നിന്ന് ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറുന്നത് തടയാൻ നിർമ്മിച്ച കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മധ്യഭാഗത്തെ ഷട്ടർ തകർന്നു. പുഴയിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒഴുക്കിന്റെ സമ്മർദ്ദം മൂലമാണ് ഷട്ടർ തകർന്നത്. ഏതാനും ദിവസം മുൻപ് തകരാറുകൾ പരിഹരിച്ച ഷട്ടറാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. ഇതുമൂലം പുത്തൻവേലിക്കര പഞ്ചായത്ത് ഉൾപ്പെടെ എറണാകുളം, തൃശൂർ ജില്ലയിലെ വലിയൊരു ഭാഗത്ത് കുടിവെള്ള വിതരണവും കൃഷിക്കുള്ള ജലസേചനവും പ്രതിസന്ധിയിലായ വാർത്ത മീഡിയ ടൈം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷട്ടർ തകരാർ മൂലം പെരിയാറിൽ നിന്ന് ഓരുജലം കയറാതിരിക്കാൻ താൽക്കാലികമായി പണിതീർക്കുന്ന മണൽ ബണ്ടിന്റെ പണി തുടങ്ങിയിട്ടേയുള്ളൂ. അപ്രതീക്ഷിതമായി മഴ വന്നതിനാലാണ് ചാലക്കുടി പുഴയിൽ ജലവിധാനം ഉയർന്നത്. ഉപ്പു കയറിയതിനെ തുടർന്ന് പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള പമ്പിംഗ് 2 ആഴ്ചയായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ടാങ്കർ ലോറികളിലാണ് കുടിവെള്ള വിതരണം നടക്കുന്നത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര.